ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 2024-22 SSC GD എക്സാമിന് മുൻ വർഷങ്ങളിൽ ചോദിച്ച കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് 2025 GD അതുപോലെ തന്നെ RPF എക്സാമിന് ഈ ക്വസ്റ്റ്യൻസിൽ നിന്ന് എന്ത് ചെയ്യും റിലേറ്റ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. ഓക്കെ, സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോയാലോ. സോ നമ്മുടെ ഫസ്റ്റ് ചോദ്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫെസ്റ്റിവൽ ഈസ് സെലിബ്രേറ്റഡ് ബൈ ഖംതീസ് ട്രൈബ്സ് ഓഫ് അരുണാചൽ പ്രദേശ്? ഇത് 2024 നമ്മുടെ ഈ വർഷം തന്നെ GD എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. സോ നമ്മൾ ഇത് റിലേറ്റ് ചെയ്തൊരു വീഡിയോ സെഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഫെസ്റ്റിവൽ എന്ന് പറയും അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ഈ ഒരു ഫെസ്റ്റിവലും ഈ ഒരു ട്രൈബിനെ പറ്റിയും അതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അല്ലേ. അരുണാചലിലെ പ്രധാനപ്പെട്ട ഒരു ട്രൈബൽ വിഭാഗമാണ് ആര്? ഹംതീസ് എന്ന് പറയുന്ന ട്രൈബൽ വിഭാഗം അല്ലേ. അവർ ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽ ഏതെന്നാണ് ചോദ്യം. സോ ഓപ്ഷൻ സി ഷാങ്കൻ ഫെസ്റ്റിവലാണ് അല്ലേ. ഇത് വേറൊരു എക്സാമിന് കഴിഞ്ഞൊരു CGL CSL എക്സാമിനോ ചോദിച്ച ചോദ്യമായിരുന്നു. ഈ ഷാങ്കൻ ഫെസ്റ്റിവൽ ഏത് മതക്കാരാഘോഷിക്കുന്ന ഫെസ്റ്റിവൽ എന്നായിരുന്നു ആ എക്സാമിന് ചോദിച്ചത്. ഏത് മതക്കാരായിരുന്നു അതാണ് ക്വസ്റ്റ്യൻ. ഏത്? ബുദ്ധിസ്റ്റ് അല്ലേ. അരുണാചലിലെ ബുദ്ധമതക്കാർ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ്. അതും എന്ത് ഫെസ്റ്റിവലാണ്? ഒരു വാട്ടർ ഫെസ്റ്റിവലായിട്ട് നമ്മൾ കണ്ടതാണല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെള്ളം ഒഴിച്ച് അല്ലെ ആഘോഷിക്കുന്ന ഒരു വാട്ടർ ഫെസ്റ്റിവലായിരുന്നു ഏത്? ഷാങ്കൻ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അരുണാചലിൽ തന്നെ ഏത് ട്രൈബ്സുകൾ? ഖംതീസ് എന്ന് പറയുന്ന ട്രൈബുകൾ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഏത്? ഷാങ്കൻ ഫെസ്റ്റിവൽ എന്ന് പറയുന്ന. സോ എന്ത് ടൈപ്പ് ഓഫ് ഫെസ്റ്റിവൽ? ഒരു ബുദ്ധിസ്റ്റ് ഫെസ്റ്റിവൽ കൂടിയാണ് ഏത്? ഷാങ്കൻ ഫെസ്റ്റിവൽ. കേട്ടോ, ഇതിന് നമ്മൾ വാട്ടർ ഫെസ്റ്റിവൽ എന്ന് എന്ത് ചെയ്യാറുണ്ട്? പറയാറുണ്ട് കേട്ടോ. അപ്പം കണ്ട ഈ ടൈപ്പ് കണ്ട. ഇപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ആ വീഡിയോ നിങ്ങൾ ഫെസ്റ്റിവൽസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പാർട്ട് 2 അതിൽ നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൻ്റെ തന്നെ വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ് നമുക്ക് കാണാൻ പറ്റിയത്. അത് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഷാങ്കൻ ഫെസ്റ്റിവൽ ഏത് മതക്കാരാഘോഷിക്കുന്ന ഫെസ്റ്റിവൽ എന്നാണ്? ആര്? ബുദ്ധിസ്റ്റ്. സ്റ്റേറ്റ്. അപ്പോൾ ഇനി അടുത്ത് ചോദിക്കാൻ പോണ സ്റ്റേറ്റ് ആയിരിക്കും. എവിടുത്തെ ഫെസ്റ്റിവലാണ്? അരുണാചൽ പ്രദേശിൽ ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫെസ്റ്റിവലാണ് ഏത്? ഷാങ്കൻ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: വിച്ച് കൺട്രി ഹോസ്റ്റ് ദി സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ്? വളരെ പ്രധാനപ്പെട്ട ഒരു ഹോക്കി ടൂർണമെൻ്റാണ് ഏത്? ഹോക്കി കപ്പാണ് ഏത്? സുൽത്താൻ അസ്ലാം ഷാ കപ്പ്. അത് ഏത് രാജ്യമാണ് ഹോസ്റ്റ് ചെയ്യുന്നതെന്നാണ് നമ്മുടെ ചോദ്യം. ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് മലേഷ്യയാണ്. ഓപ്ഷൻ സി ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും കേട്ടോ. ഇനി എക്സാമിന് ചോദിക്കാൻ പോണത് ഇത് ഏത് ഗെയിമാണ്? സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് ഏത് ഗെയിമിൻ്റെ ടൂർണമെൻ്റാണ്? ഏത്? ഹോക്കി കപ്പാണ് കേട്ടോ. ഒരു ഹോക്കി കപ്പാണ്. ഏത് രാജ്യം ഹോസ്റ്റ് ചെയ്യണത്? മലേഷ്യയാണ്. എല്ലാ വർഷവും ആഘോഷിക്കുന്ന ഒരു ആനുവൽ കപ്പ് കൂടി, സ്പോർട്സ് ഇവൻറ്റ് കൂടിയാണ് ഇത് സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോക്കി ടൂർണമെൻ്റാണ് നമ്മുടെ അഗാഖാൻ കപ്പ്. അഗാഖാൻ കപ്പ് അഥവാ വേറൊരു പേരുണ്ട് ബൈട്ടൺ കപ്പ് എന്നും പറയും. ബൈട്ടൺ, അഗാഖാൻ കപ്പ് ഓർ ബൈട്ടൺ. അഗാഖാൻ്റെ മുമ്പത്തെ പേരായിരുന്നു ബൈട്ടൺ കപ്പ് കേട്ടോ. അഗാഖാൻ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹോക്കി ടൂർണമെൻ്റാണ് ഇത് അഗാഖാൻ കപ്പ് അഥവാ പഴയ പേരാണ് ബൈട്ടൺ കപ്പ് എന്ന് പറയും കേട്ടോ. സോ ഇൻ്റർനാഷണലി ഉള്ള ഒരു ഹോക്കി ടൂർണമെൻ്റാണ് ഇത് സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ്. മലേഷ്യയാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഹോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കടുത്ത മൂന്നാമത്തെ ക്വസ്റ്റിലോട്ട് പോകാം. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം: ഇൻ ഷോർട്ട് പുട്ട് ഫോർ മെയിൽ അത്ലറ്റ്സ് ദ മെറ്റൽ ബാൾ വെയ്റ്റ് ഈസ് എത്ര കിലോഗ്രാം? അതായത് നമ്മുടെ അത്ലറ്റ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് നമ്മുടെ ഷോർട്ട് പുട്ട്. അതിൽ മെയിൽ വിഭാഗത്തിൻ്റെ ഷോർട്ട് പുട്ടിൻ്റെ അതിൻ്റെ വെയ്റ്റ് എത്രയാണ്? മെറ്റൽ ബാളിൻ്റെ വെയ്റ്റ് എത്രയെന്നാണ് നമ്മുടെ ചോദ്യം. സോ ഈ വർഷം തന്നെ GDക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. മെൻസിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 7.26 കിലോഗ്രാമാണ്. 7.26 കിലോഗ്രാമാണ് മെൻസ്. ഇതിനിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം: വുമൺസ് അത്ലറ്റിൻ്റെ ഒരു ഷോർട്ട് പുട്ടിൻ്റെ വെയ്റ്റ് എത്രയാണ്? വുമൺസിൻ്റെ അത് 4 കിലോഗ്രാമാണ് കേട്ടോ. അപ്പോൾ രണ്ട് ഉത്തരമാണ് കേട്ടോ. മെൻസാണ് 7.26 കിലോഗ്രാമും. ഇനി അത് വുമൺസ് ആണ് ചോദിക്കുന്നതെങ്കിൽ വുമൺസ് ആണ്. ഇപ്പോൾ അടുത്ത എക്സാം നമുക്ക് ചോദിക്കാൻ പോകണം, ചിലപ്പോൾ വുമൺസിൻ്റെ ആയിരിക്കും. വുമൺസിൻ്റെ ആണെങ്കിൽ എത്രയാണ്? 4 കിലോഗ്രാമാണ് ഒരു വുമൺസിൽ ഷോർട്ട് പുട്ടിൻ്റെ എന്ന് പറയുന്നത് വെയ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം: സരോജിനി നായിഡു സെർവ്ഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് INC ഇൻ. അതായത് നമ്മുടെ
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രസിഡന്റ് ആണല്ലേ നമ്മുടെ സരോജിനി നായിഡു. INC-യുടെയും തന്നെ നമ്മളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഈ ക്വസ്റ്റ്യൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലേ. നമ്മുടെ സരോജിനി നായിഡു ഏത് വർഷമാണ് സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയത്? 1925 അല്ലേ. ഏത് സെഷൻ? കാൺപൂർ സെഷൻ അല്ലേ. കാൺപൂർ അല്ലേ. ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ബിക്കം INC പ്രസിഡന്റ് അല്ലേ. ആദ്യത്തെ ഇന്ത്യൻ വനിത, ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു ബിക്കം INC പ്രസിഡന്റ് ആരാണ്? സരോജിനി നായിഡു. ഏത് വർഷം? 1925. ഏ സെഷൻ? കാൺപൂർ സെഷൻ കേട്ടോ. ഇന്റർനാഷണൽ കോൺഗ്രസ് ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഹിസ്റ്ററിയിൽ നിന്നും, അത് പഠിച്ചിരിക്കേണ്ട ഒരു ചാപ്റ്റർ കൂടിയാണ് കേട്ടോ. അതുപോലെ 1924 ആരായിരുന്നു പ്രസിഡന്റ്? അതൊരു ഇമ്പോർട്ടൻറ്റ് സെഷനാണല്ലോ. 24 ഏത്? ബെൽഗം സെഷൻ അല്ലേ. നമ്മുടെ ബെൽഗം ആരാ പ്രസിഡന്റ്? ഗാന്ധിജി അല്ലേ. നമ്മുടെ ഗാന്ധിജി ഒരൊറ്റ വട്ടം മാത്രമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. ഏത് വർഷം? 1924 ഏ സെഷൻ? ബെൽഗം സെഷൻ. ആരാ പ്രസിഡന്റ്? ഗാന്ധിജി. അതുപോലെ 29 ഏത് സെഷനാ? 1929 ലാഹോർ സെഷൻ. ഏത് സെഷൻ? ലാഹോർ സെഷൻ. ആരാ പ്രസിഡന്റ്? ലാഹോർ സെഷൻ നമ്മുടെ പൂർണ്ണ സ്വരാജൊക്കെ പാസ്സാക്കി അല്ലേ. ആര്? ജവഹർലാൽ നെഹ്റു. നമ്മുടെ നെഹ്റു ചാച്ചാജി അല്ലേ. ജവഹർലാൽ നെഹ്റു ആയിരുന്നു 29 ലാഹോർ സെഷൻ. അതുപോലെ 31 1931 ഏത് സെഷനാ? പഠിച്ചിട്ടുള്ളതാ. ഏതാ? കറാച്ചി സെഷൻ അല്ലേ. കറാച്ചി 1931 കറാച്ചി. ആരാ പ്രസിഡന്റ്? സർദാർ വല്ലഭായ് പട്ടേൽ അല്ലേ. സോ ഇതൊരു ഇമ്പോർട്ടൻറ്റ് സെഷൻസ് ആണ് കേട്ടോ. ഗാന്ധിജി പ്രസിഡന്റ് ആയത് 1924 ബെൽഗം സെഷൻ. അതുപോലെ ജവഹർലാൽ നെഹ്റു പൂർണ്ണ സ്വരാജ് 1929 ലാഹോർ സെഷൻ. 1931 കറാച്ചി സെഷൻ. ഇതേ GD ഈ വർഷം തന്നെ 2024 GD എക്സാമിന് ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കറാച്ചി സെഷൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? ആര്? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു പ്രസിഡന്റ്. സോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സെഷൻസ് കൃത്യമായി അത് പഠിച്ചു വെക്കുക. അതിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ മാത്രം മതി. നിങ്ങൾക്ക് ഏകദേശം ഒരു 99% INC-യുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് എന്ത് ചെയ്യും കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ചോദ്യം തന്നെയാണ് ഇത്. സരോജിനി നായിഡു 1925 കാൺപൂർ സെഷൻ. ഓക്കെ, ദെൻ അടുത്ത ദിവസത്തിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, ദ ലോസർ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ഇൻ ലഡാക്ക് ആൻഡ് ടിബറ്റൻ കമ്മ്യൂണിറ്റീസ് മാർക്ക് ദി ഡാഷ്. നമ്മൾ ഇതും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫെസ്റ്റിവൽസ് ഇന്ത്യയുടെ പാർട്ട് 1 അല്ലെ. ഫെസ്റ്റിവൽസ് ഓഫ് ഇന്ത്യയുടെ പാർട്ട് 1 നമ്മൾ മതപരമായി ബന്ധപ്പെട്ട് എടുത്ത ഒരു വീഡിയോ ഉണ്ട് അല്ലേ. അതായത് ഈ മതപരമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെ ഫെസ്റ്റിവൽ, അതിൽ ഒരു പ്രധാനപ്പെട്ട ഫെസ്റ്റിവലാണ് ലോസർ. ലോസർ ഏത് മതക്കാരുടെ ഫെസ്റ്റിവലാണ്? ബുദ്ധിസ്റ്റുകളാണ് അല്ലേ. നമ്മുടെ ടിബറ്റൻ ബുദ്ധിസ്റ്റുകൾ, ടിബറ്റിലെ ബുദ്ധിസ്റ്റുകൾ ആഘോഷിക്കുന്ന ഒരു ന്യൂ ഇയർ ഫെസ്റ്റിവൽ ടിബറ്റൻ ന്യൂ ഇയർ എന്ന് പറയും അല്ലേ. ടിബറ്റൻ ന്യൂ ഇയർ ആണ് ഏത്? ലോസർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ ടിബറ്റിൻ്റെ ഒരു ന്യൂ ഇയർ ഫെസ്റ്റിവലായി ആഘോഷിക്കുന്ന ഫെസ്റ്റിവലാണ് ഏത്? ലോസർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ് അല്ലേ. ന്യൂ ഇയർ ടിബറ്റൻ ന്യൂ ഇയർ എന്നാണ് എന്തിനെ പറയുന്നത്? ലോസറിനെ നമ്മൾ പറയുന്നത്. പോലെ ബുദ്ധമതക്കാരെ ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽ ഏതൊക്കെയാണ്? ബുദ്ധമതക്കാരെ ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽ ഏതാ? ഉല്ലംബാന ഫെസ്റ്റിവൽ അല്ലേ. ഉല്ലംബാന. അതുപോലെ നമ്മുടെ ലഡാക്കിൽ തന്നെയുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഫെസ്റ്റിവൽ ഉണ്ട്, ലഡാക്കിലെ ഹെമിസ് ഫെസ്റ്റിവൽ അല്ലേ. ലഡാക്കിലെ ബുദ്ധിസ്റ്റുകൾ ആഘോഷിക്കുന്ന മറ്റൊരു ഫെസ്റ്റിവലാണ് ഏത്? ഹെമിസ് ഫെസ്റ്റിവൽ അല്ലേ. അതുപോലെ മാഗ പൂജ, ഇതൊക്കെ ബുദ്ധമതക്കാർ ആഘോഷിക്കുന്ന എന്താണ്? അതുപോലെ ലുംബിനി, നമ്മുടെ ആന്ധ്രാപ്രദേശിലെ ഏത് ഫെസ്റ്റിവൽ? ലുംബിനി ഫെസ്റ്റിവൽ അല്ലേ. ബുദ്ധമതക്കാർ ആഘോഷിക്കുന്ന പ്രധാനപ്പെട്ട എന്താണ്? ഫെസ്റ്റിവൽ. അതുപോലെ ബുദ്ധിസ്റ്റിൻ്റെ ന്യൂ ഇയർ എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവലാണ് ഏത്? ലോസർ എന്ന് പറയുന്നത്. അതുപോലെ വേറെയും കുറച്ച് ന്യൂ ഇയർ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇപ്പോൾ കേരളത്തിൻ്റെ ന്യൂ ഇയർ, കേരള ന്യൂ ഇയർ ഏതാ? കേരളത്തിൻ്റെ ന്യൂ ഇയർ നമ്മുടെ വിഷു അല്ലേ, വിഷു. അതുപോലെ തെലുങ്ക് ന്യൂ ഇയർ, തെലുങ്ക് ന്യൂ ഇയർ ഏതാ? തെലുങ്ക് ന്യൂ ഇയർ ഉഗാദി അല്ലേ. നമ്മുടെ തെലുങ്ക് ന്യൂ ഇയർ ഉഗാദി അല്ലേ. നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട, അതുപോലെ പഞ്ചാബിൻ്റെ ന്യൂ ഇയർ എന്നറിയപ്പെടുന്നത് ബൈശാഖി ഫെസ്റ്റിവൽ അല്ലേ. ബൈശാഖി ഫെസ്റ്റിവൽ അല്ലേ. പഞ്ചാബിൻ്റെ അല്ലെ സിഖുകാരുടെ ന്യൂ ഇയർ എന്നറിയപ്പെടും അല്ലേ. സിഖുകാരുടെ ന്യൂ ഇയർ ഏതാണ്? ബൈശാഖി ഫെസ്റ്റിവൽ അല്ലേ. നമ്മൾ പഠിച്ചതാണ് അല്ലേ, പഠിച്ച ക്വസ്റ്റ്യൻസ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്താണ് ചോദിക്കുന്നതാണ് കേട്ടോ. സോ ഫെസ്റ്റിവലിൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, ആ വീഡിയോ കണ്ടിട്ട് പോവുക. ഭാഗ്യമുണ്ടെങ്കിൽ ഈ വർഷം GD എക്സാമിന് ഉറപ്പായും ഒരു ക്വസ്റ്റ്യൻ ഫെസ്റ്റിവലിൽ നിന്ന് എന്ത് ചെയ്യും കിട്ടുന്നതാണ്. ഓക്കെ, ഇതിനടുത്ത സ്ലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് റിലേറ്റഡ് ടു ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചൊരു ചോദ്യമാണ് അല്ലേ. ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ അല്ലേ. 1951 ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ത് ചെയ്യുന്നത്? സെറ്റപ്പ് ചെയ്യുന്നത്
കേട്ടോ. ആരെന്നറിയോ ആദ്യത്തെ ചെയർമാൻ ഫിനാൻസ് കമ്മീഷൻ, ഇന്ത്യൻ ഫിനാൻസ് കമ്മീഷൻ്റെ ഫസ്റ്റ് ചെയർമാൻ? അത് KC നിയോഗിയാണ്. KC നിയോഗിയാണ് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത്. 1951 ഇത് രൂപീകരിച്ചത്. ദെൻ ഇപ്പോഴത്തെ ചെയർമാൻ ആരെന്നറിയോ? കറണ്ട് ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? അത് അരവിന്ദ് പനഗരിയാണ്. അരവിന്ദ് പനഗരിയാണ് നിലവിലെ എന്താണ് ഫിനാൻസ് കമ്മീഷൻ്റെ ചെയർമാൻ. ആരാണ് ചെയർമാൻ? സോ ഇത് ആർട്ടിക്കിൾ 280 പറയുന്നത് കേട്ടോ. ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആർട്ടിക്കിൾ പറയുന്നത് എത്രയാണ്? 280. ആർട്ടിക്കിൾ 280 ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ആർട്ടിക്കിളായി പറയുന്നത്. ഓക്കെ, ഏത് വർഷമാണ്? 1951 ഫസ്റ്റ് ചെയർമാൻ ആരാ? KC നിയോഗി. കറണ്ട് ചെയർമാൻ, ഇപ്പോഴത്തെ ചെയർമാൻ ആണ് അരവിന്ദ് പനഗരിയാണ് നിലവിലെ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, വിച്ച് സ്റ്റേറ്റ് ഈസ് കണക്റ്റഡ് ടു ദി ബസ്താർ ദസറ ഫെസ്റ്റിവൽ? നമ്മുടെ ദസറ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ് അല്ലേ. നോർമലി ദസറ ഏത് മാസത്തിലാണ്? നമ്മൾ അതും ചെയ്തിട്ടുള്ളതാണ്. ദസറ ഏത് മാസത്തിലാണ്? അശ്വിൻ മാസത്തിൽ അല്ലേ. ശകവർഷത്തിലെ അശ്വിൻ മാസത്തിൽ ആഘോഷിക്കുന്ന ഫെസ്റ്റിവലാണ് ഇത് ദസറ ഫെസ്റ്റിവൽ. പക്ഷെ ദസറ പല ടൈപ്പ് ഓഫ് ദസറ ഇന്ത്യയിലുണ്ട് അല്ലേ. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മൈസൂരിൽ നടക്കുന്ന ഒരു ഫ്ലവർ ഫെസ്റ്റിവലാണ് അല്ലേ, ദസറ ഫ്ലവർ ഫെസ്റ്റിവൽ അല്ലേ. ദസറ ഫ്ലവർ ഫെസ്റ്റിവൽ, ഒരു ഫ്ലവർ ഫെസ്റ്റിവൽ അവിടെ നടക്കുന്ന, നമ്മുടെ മൈസൂരിൽ നടക്കുന്ന ഒരു ഫ്ലവർ ഫെസ്റ്റിവലാണ് ഇത് ദസറ ഫ്ലവർ ഫെസ്റ്റിവൽ. അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫെസ്റ്റിവലാണ് ബസ്താർ ദസറ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഇത് ഛത്തീസ്ഗഡിൽ, എവിടെയാണ്? ഛത്തീസ്ഗഡിൽ 75 ദിവസം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ഒരു ഫെസ്റ്റിവൽ, ഒരുപാട് ദിവസം, ഏകദേശം 75 ദിവസമാണ്. 75 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഇത് ബസ്താർ ദസറ ഫെസ്റ്റിവൽ. ഏത് സ്റ്റേറ്റിലാണ്? ഛത്തീസ്ഗഡിലാണ്. ഛത്തീസ്ഗഡിൽ 75 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഇത് ബസ്താർ ദസറ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. എത്ര ദിവസമാണ്? 75 ഡേയ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇതിനടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, ഇൻ വിച്ച് മന്ത് ഈസ് ദി ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ ലോഹരി സെലിബ്രേറ്റഡ്? ലോഹരി വീണ്ടും 24 ഇപ്പോൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഫെസ്റ്റിവൽ തന്നെയാണ്, ഹാർവസ്റ്റിംഗ് ഫെസ്റ്റിവൽ ഞാൻ പറഞ്ഞ തന്നെയാണ്. അതും ലോഹരി ലോഹരി ഏത് സ്റ്റേറ്റാ? നമ്മുടെ പഞ്ചാബിൻ്റെ അല്ലേ, പഞ്ചാബിൻ്റെ ഹാർവസ്റ്റ്. നോട്ട് ചെയ്ത് വെച്ചോ, ചിലപ്പോൾ ഈ വർഷം ചോദിക്കാൻ പോണത് ലോഹരി ഏത് സ്റ്റേറ്റിൻ്റെ ഹാർവസ്റ്റിംഗ് ഫെസ്റ്റിവൽ എന്നാണ്. പഞ്ചാബിൻ്റെയാണ്. പഞ്ചാബിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഹാർവസ്റ്റിംഗ് ഫെസ്റ്റിവലാണ്. അതും ഏത് സമയത്താണ്? മകരസംക്രാന്തിയിൽ അല്ലേ. നമ്മുടെ മകരസംക്രാന്തി ഏത് മാസമാണ്? ജനുവരി. അപ്പോൾ ഓപ്ഷൻ സി ജനുവരി അല്ലേ. നമ്മുടെ ജനുവരി മാസത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന ഫെസ്റ്റിവലാണ് ഏത്? മകരസംക്രാന്തി. ആ മകരസംക്രാന്തിയിൽ പഞ്ചാബിൽ നടക്കുന്ന ഫെസ്റ്റിവലിൻ്റെ പേരാണ് ഏത്? ലോഹറി അല്ലേ. നമ്മൾ കുറച്ച് പഠിച്ചതാണല്ലേ. അതുപോലെ നമ്മുടെ ഹിമാചൽ പ്രദേശിലെ മകരസംക്രാന്തി ഫെസ്റ്റിവൽ ഏതാ? മഗസാജി അല്ലേ. അതുപോലെ നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഏതാ? മകരവിളക്ക്. തമിഴ്നാട്ടിലാരടാ? തമിഴ്നാട്ടിൽ 4 ദിവസം നീണ്ടു നിൽക്കുന്ന ഏത് ഫെസ്റ്റിവൽ? പൊങ്കൽ ഫെസ്റ്റിവൽ അല്ലേ. തമിഴ്നാടിൻ്റെ ഹാർവസ്റ്റിംഗ് ഫെസ്റ്റിവൽ അല്ലേ, പൊങ്കൽ അല്ലേ. ഏത് മാസത്തിൽ? ജനുവരിയിൽ അല്ലേ. ഇതേ സമയത്ത് തന്നെയാണ്. അതുപോലെ നമ്മുടെ ആസാമിൽ ഏത് ബിഹു? മാഘ് ബിഹു അല്ലേ. ആസാമിൽ ഏത് ബിഹു? മാഘ് ബിഹു അല്ലെ. വേറൊരു പേരെന്താ? ബൊഖാലി ബിഹു അല്ലേ. ജനുവരിയിൽ അല്ലേ. നമ്മുടെ ജനുവരിയിൽ ആസാമിൻ്റെ ബിഹു ഏത്? മാഘ് ബിഹു അഥവാ ബൊഹാലി ബിഹു. ഇതൊക്കെ ഏത് മാസമാണ്? ജനുവരി. ഏതുമായി ബന്ധപ്പെട്ട്? മകരസംക്രാന്തിയുമായി ബന്ധപ്പെട്ട് ആഘോഷിക്കുന്ന ഫെസ്റ്റിവലാണ് അല്ലേ. സോ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ വീഡിയോയിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കൃത്യമായി കണ്ടവർക്ക് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആൻസർ ഓപ്ഷൻ സി ജനുവരി. അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, വെൻ വാസ് ദി ഫസ്റ്റ് കോമൺവെൽത്ത് ഗെയിംസ് ഹെൽഡ്? ഒരുപാട് തവണ റിപ്പീറ്റഡ് ചോദിച്ചൊരു ചോദ്യമാണ് ഈ ക്വസ്റ്റ്യൻ, സ്പോർട്സ് റിലേറ്റഡ്. അതും കോമൺവെൽത്തും നമ്മുടെ ഏഷ്യൻ ഗെയിംസും ഒരു സ്ഥിരം ചോദ്യമാണ്. ഒന്നല്ലെങ്കിൽ കോമൺവെൽത്ത് ആയിരിക്കും, അല്ലെങ്കിൽ അവർ ചോദിക്കുന്നത് ഏഷ്യൻ ഗെയിംസ് ആയിരിക്കും. സോ ഫസ്റ്റ് കോമൺവെൽത്ത് നടന്ന വർഷം 1930 ഏത് വർഷം? 1930. നമ്മുടെ കാനഡയിലെ ഹാമിൽട്ടണിൽ വെച്ചാണ് ഫസ്റ്റ് ഇവൻ്റ് നടക്കുന്നത്. ഏത് വർഷം? 1930 കേട്ടോ. അപ്പോൾ ഏത് വർഷമാണ്? 1930 കാനഡയിൽ വെച്ചാണ്
കാനഡയിൽ എവിടെയാ? ഹാമിൽട്ടണിൽ വെച്ചാണ് ഫസ്റ്റ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ആദ്യകാല പേര് ഒരിക്കൽ എക്സാം ചോദിച്ചിട്ടുണ്ട്. കോമൺവെൽത്തിൻ്റെ ഫസ്റ്റ് പേരാണ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നായിരുന്നു കേട്ടോ. കോമൺവെൽത്ത് ഗെയിംസിൻ്റെ ആദ്യകാല പേരെന്തെന്ന് ചോദിച്ചാൽ എന്താണ്? ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. 1930 കാനഡയിലെ ഹാമിൽട്ടണിൽ വെച്ചാണ് ഫസ്റ്റ് കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. ഇനി ഇന്ത്യ ഒരു വട്ടം കോമൺവെൽത്ത് ഗെയിംസിന് എന്തായിട്ടുണ്ട്? വെന്യൂ ആയിട്ടുണ്ട്. ഇന്ത്യ എപ്പോഴെന്നറിയാമോ? 2010 ന്യൂഡൽഹി കോമൺവെൽത്ത് കേട്ടോ. 2010 ന്യൂഡൽഹി കോമൺവെൽത്തിന് ഇന്ത്യ എന്തായിട്ടുണ്ട്? വെന്യൂ. ഒരൊറ്റ തവണയാണ് ഇന്ത്യ വെന്യൂ ആയത്. 2010 ന്യൂഡൽഹി കോമൺവെൽത്തിലാണ്. സോ ഫസ്റ്റ് ഇവൻ്റ് നടന്നത് 1930. അതുപോലെ ഏഷ്യൻ ഗെയിംസും ചോദിക്കും. ഏഷ്യൻ ഗെയിംസിൻ്റെ ആദ്യത്തെ കേട്ടോ, വെൻ വാസ് ഫസ്റ്റ് ഏഷ്യൻ ഗെയിംസ് ഹെൽഡ് എന്ന് ചോദിച്ചാൽ 1951 നമ്മുടെ ന്യൂഡൽഹിയിൽ വെച്ച കേട്ടോ. അപ്പോൾ ആദ്യമായി ഏഷ്യൻ ഗെയിംസ് സ്റ്റാർട്ട് ചെയ്ത് എവിടെ വെച്ചാണ്? ഇന്ത്യയിൽ വെച്ചാണ്. എവിടെയാണ്? ന്യൂഡൽഹിയിൽ വെച്ചാണ്. ഏത് വർഷം? 1951 ഏഷ്യൻ ഗെയിംസ് എന്ത് ചെയ്യുന്നത്? ആരംഭിച്ചത്. ഇനി അതുപോലെ ഏഷ്യൻ ഗെയിംസ് 2 വട്ടം ഇന്ത്യ വെന്യൂ ആയിട്ടുണ്ട്. ആദ്യത്തത് 1951 പിന്നീട് വെന്യൂ ആയത് 1982 കേട്ടോ. അതും ന്യൂഡൽഹി തന്നെയാണ്. ന്യൂഡൽഹി 1982 2 വട്ടം ഇന്ത്യ എന്തായിട്ടുണ്ട്? വെന്യൂ ആയിട്ടുണ്ട് കേട്ടോ. 51 ഫസ്റ്റ് ഇവൻറ്റും 1982 അങ്ങനെ 2 വട്ടം ഇന്ത്യ ഏഷ്യൻ ഗെയിംസിന് എന്തായിട്ടുണ്ട്? വെന്യൂ ആയിട്ടുണ്ട്. കോമൺവെൽത്തിന് ഒരൊറ്റ വട്ടമേ ഉള്ളൂ. 2010 ന്യൂഡൽഹി കോമൺവെൽത്തിലാണ് ഇന്ത്യ വെന്യൂ ആയത് കേട്ടോ. കോമൺവെൽത്താണ് 2010, ഏഷ്യൻ ഗെയിംസ് ആണ് 1951 1982 കേട്ടോ. പക്ഷേ എല്ലാം നടന്നത് ന്യൂഡൽഹിയിൽ വെച്ച് തന്നെയായിരുന്നു. സോ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയി ചോദിക്കും, നോട്ട് ചെയ്ത് വെക്കുക. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഈ വർഷം വീണ്ടും കോമൺവെൽത്ത് അല്ലെങ്കിൽ ഏഷ്യൻ ഗെയിംസിൽ നിന്ന് എന്ത് കാണും? ക്വസ്റ്റ്യൻസ് കാണും കേട്ടോ. ജിഡിക്ക് ഉറപ്പായിട്ടും കാണും. ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടും. ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ഡാൻസ് ഓഫ് ഹിമാചൽ പ്രദേശ്? ഹിമാചൽ പ്രദേശിലെ ഡാൻസ് ഇതിലേതാണ്? എന്നാലോടാ ഹിമാചൽ പ്രദേശിലെ ഡാൻസ്? ഓപ്ഷൻ എ നാഥി ആണ് കേട്ടോ. നാഥി ആണ് ഹിമാചൽ പ്രദേശിലെ ഒരു പ്രധാനപ്പെട്ട ഫോക്ക് ഡാൻസ് ആണ്. ഇത് നാഥി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഫോക്ക് ഡാൻസ് ആണ്. അതുപോലെ ഇതിൽ ഡാൻഡ്രി നമ്മുടെ തെലുങ്കാനയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫോക്ക് ഡാൻസാണ്. തെലുങ്കാന ഡാൻഡ്രി. അതുപോലെ ബിഹു നമുക്കറിയാം. പിന്നെ ബിഹു ഫെസ്റ്റിവൽ ഡാൻസ് എന്നൊക്കെ ചോദിച്ചാൽ എവിടെയാണ് അത്? യെസ്, ആസാമാണ് അല്ലേ. ആസാമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഡാൻസ് ഫോമാണ് ബിഹു. അതുപോലെ ചെറാവ് നമ്മുടെ മിസോറാം. ഇതൊരു PYQ ആണ്, നോട്ട് ചെയ്ത് വെച്ചോ. ഓപ്ഷൻ ഡി ഒരു PYQ ക്വസ്റ്റ്യൻ ആണ്. ചെറാവു ഇവിടുത്തെ ഫോക്ക് ഡാൻസ്, മിസോറാമിലെ ഒരു ഫോക്ക് ഡാൻസ് ആണ് ഇത് ചെറാവു കേട്ടോ. ഒരു പ്രധാനപ്പെട്ട ഫോക്ക് ഡാൻസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, മുമ്പും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നാട്ടി എവിടെയാ? നാട്ടി ഹിമാചൽ പ്രദേശിലെ എന്താണ് ഫോക്ക് ഡാൻസ് ആണ് നാട്ടി. തെലുങ്കാനയുടെ ഫോക്ക് ഡാൻസ് അത് ഡൻഡ്രി. അതുപോലെ തന്നെ ആസാമിൻ്റെ ഫോക്ക് ഡാൻസ് ആണ് ബിഹു. അതുപോലെ മിസോറാമിൻ്റെ ഫോക്ക് ഡാൻസ് ഏതെന്ന് ചോദിച്ചാൽ ഏതാ? ചെറാവു. ഓക്കെ, ഒരു പ്രധാനപ്പെട്ട കേട്ടോ. സോ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഡാൻസ് ഫോമുകൾ എപ്പോഴും എക്സാമിന് പഠിച്ചു വയ്ക്കുക. ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് ഡാൻസ് ഫോം എന്ന് പറയുന്നത്. സോ അത് പഠിച്ചു വെക്കുക. ഏതെങ്കിലും ഒരു ഡാൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും? എക്സാം പോയിന്റ് ഓഫിൽ കിട്ടുന്നതാണ്. ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം വീണ്ടും, ഇൻ ഹിമാചൽ പ്രദേശ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദി ഫ്ലോറൽ ഫെസ്റ്റിവൽ? ഫ്ലോറൽ മീൻസ് എന്താ? ഫ്ലവർ ഫെസ്റ്റിവൽ. നമ്മൾ ഈ ക്വസ്റ്റ്യനും ഓൾറെഡി ആ ക്വസ്റ്റ്യനിൽ ചെയ്തതാണ്. അത് ഒരു കഴിഞ്ഞ ഏതോ CHL CGL എക്സാമിന് ചോദിച്ചതാണ്. സോ അത് ഈ വർഷം GD എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. ഫെസ്റ്റിവൽ കണ്ടല്ലോ, വീണ്ടും കറങ്ങി തിരിക്കുക. ഏത് ഫെസ്റ്റിവലാണ്? ഹിമാചൽ പ്രദേശിൻ്റെ ഫ്ലവർ ഫെസ്റ്റിവൽ. ഓപ്ഷൻ ഡി പുലൈച്ച് ഫെസ്റ്റിവൽ. ഈ ക്വസ്റ്റ്യൻ അതിലെ ആ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. പുലൈച്ച് ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റിലെ ഫെസ്റ്റിവൽ എന്നായിരുന്നു? ഏത്? ഹിമാചൽ പ്രദേശ്. ഇവിടെ കണ്ടാ ചോദിച്ചത്. ഇൻ ഹിമാചൽ പ്രദേശ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഫ്ലവർ ഫെസ്റ്റിവൽ? ഫ്ലോറൽ ഫെസ്റ്റിവൽ ഏത്? പുലൈച്ച് ഫെസ്റ്റിവൽ അല്ലേ. ഹിമാചൽ പ്രദേശിലെ അല്ലേ ആൾക്കാർ മരിച്ചവരുടെ ഓർമ്മയ്ക്കായി ആഘോഷിക്കുന്ന ഒരു ഫ്ലവർ ഫെസ്റ്റിവലാണ് ഏത്? പുലൈച്ച് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഒരു ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവലാണ് ഏത്? പുലൈച്ച് ഫെസ്റ്റിവൽ കേട്ടോ. അതുപോലെ തന്നെ ഡോങ്ക്രി ഫെസ്റ്റിവൽ കേട്ടോ. ഇത് ഹിമാചൽ പ്രദേശിൽ നടക്കുന്ന മറ്റൊരു ഫെസ്റ്റിവലാണ് കേട്ടോ. ഈ ഓപ്ഷൻ എ ഡോങ്ക്രി ഫെസ്റ്റിവൽ. ഇത് ഹിമാചൽ പ്രദേശിലെ ഹഡിംബ ദേവി ടെമ്പിൾ, ഹഡിംബ ദേവി ക്ഷേത്രത്തിൽ, ഹിമാചൽ പ്രദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണിത് ഹഡിംബ. അതിൽ ഹഡിംബ ക്ഷേത്രത്തിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫെസ്റ്റിവലാണ് ഇത് ഡോങ്ക്രി ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫെസ്റ്റിവലാണ് ഇത് ഡോങ്ക്രി ഫെസ്റ്റിവൽ. അതും ഹിമാചലില്ല. പക്ഷേ ഫ്ലവർ ഫെസ്റ്റിവൽ ഏതാണ്? അത് പുലൈച്ച് ഫെസ്റ്റിവലാണ്. ഇത് ഫ്ലവർ ഫെസ്റ്റിവൽ കേട്ടോ. ഫ്ലവർ ഫെസ്റ്റിവൽ. അതുപോലെ നമ്മുടെ തെലുങ്കാനയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫ്ലവർ ഫെസ്റ്റിവലാണ് നമ്മൾ കഴിഞ്ഞ സെറ്റിൽ ചെയ്തെന്ന് തോന്നുന്നു അല്ലേ, ബത്തുക്കാമ ഫെസ്റ്റിവൽ അല്ലേ. നമ്മുടെ തെലുങ്കാനയിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫ്ലവർ ഫെസ്റ്റിവലായിരുന്നു ഏത്? ബത്തുക്കാമ ഫെസ്റ്റിവൽ. അതും എന്ത് ഫെസ്റ്റിവലാണ്?
ഫ്ലവർ ഫെസ്റ്റിവലാണ് അല്ലേ. സോ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ഫെസ്റ്റിവൽസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പോയിന്റ് ഓഫിൽ പഠിച്ചു വെക്കുക കേട്ടോ. സോ ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, ബാസ്കറ്റ് ബാൾ കൺസിസ്റ്റ് ഓഫ് ഡാഷ് പ്ലെയേഴ്സ് ഓൺ ഈച്ച് ടീം അല്ലേ. സോ നമ്മളെ സ്പോർട്സിൽ പഠിക്കേണ്ടതാണ്, എല്ലാ സ്പോർട്സിലും എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനമാണ് ബാസ്കറ്റ് ബാൾ. ഒരു ബാസ്കറ്റ് ബാൾ ഒരു ടീമിൽ എത്ര പേരുണ്ടെന്ന് അറിയാടാ, 5 പ്ലെയേഴ്സാണ്, 5 പ്ലെയേഴ്സ്. ഓപ്ഷൻ സി 5 പ്ലെയറാണ് ബാസ്കറ്റ് ബോളിൽ ഒരു ടീമിൽ വരുന്നത്. ഇപ്പം നമ്മുടെ അത് വോളിബോൾ ആയിരുന്നെങ്കിൽ എത്ര പേര് വരും? വോളിബോൾ ഒരു വോളിബോൾ ടീമിൽ എത്ര പേരുണ്ടെന്ന് അറിയോ? അത് 6 പേര്. എത്ര പേര്? 6 പേരാണ് ഒരു വോളിബോൾ. എന്നാൽ ഇതിപ്പം ബീച്ച് വോളിബോൾ ആയിരുന്നെങ്കിൽ, ഈ ക്വസ്റ്റ്യൻ ഇപ്പം ബീച്ച് വോളിബോൾ ആയിരുന്നെങ്കിൽ അത് 6 അല്ല, ബീച്ച് വോളിബോൾ ആണെങ്കിൽ 2 പേരാണ് കേട്ടോ. നോർമൽ വോളിബോളിൽ 6 പേരും, അത് ബീച്ച് വോളിബോൾ ആണെങ്കിൽ ഒരു ടീമിൽ എത്ര പേരും? 2 പേര് വരും. ഓക്കെ, അതുപോലെയാണ് നമ്മുടെ ഈ പോളോ ഗെയിമും അതുപോലെയാണ്. ഒരു പോളോ ഗെയിമിൽ ഒരു ടീമിൽ 4 പേര് വരും കേട്ടോ. എന്നാൽ ആ സമയത്ത് അത് വാട്ടർ പോളോ ആയാൽ ഒരു ടീമിൽ 7 പേര് വരും കേട്ടോ. നോർമൽ പോളോ ആണെങ്കിൽ 4 പേര്, അത് വാട്ടർ പോളോ ആണെങ്കിൽ എത്ര പേര് വരും? 7 പേര് വരും. അതുപോലെ 7 പേര് വരുന്ന മറ്റൊരു ഗെയിമുണ്ട്, അത് നമ്മുടെ കബഡിയിൽ എത്ര പേരുണ്ട്? കബഡിയിൽ ഒരു ടീമിൽ 7 പേര് വരും കേട്ടോ. കബഡി ഒരു ടീമിൽ എത്ര പേരും? 7 പേര് വരും കേട്ടോ. കബഡിയിലാണ് ഒരു ടീമിൽ എത്ര പേര്? 7 കേട്ടോ. അപ്പോൾ 5 ഏതാ? 5 ആദ്യം നമുക്ക് 4 നോക്കാം. 4 ഏതാ? 4 പോളോ 4. എന്നാൽ വാട്ടർ പോളോ എത്ര? 7. ഇനി 5 ആരാ? ബാസ്കറ്റ് ബോൾ 5. ഇനി വോളിബോൾ എത്ര? 6. അത് ബീച്ച് വോളിബോൾ ആയാൽ 2. 7 ഏതൊക്കെ? 7 കബഡിയും വാട്ടർ പോളോയും എത്രയാണ്? 7 പേരാണ്. സോ അത് നോട്ട് ചെയ്ത് വെക്കുക. എക്സാം പോയിന്റ് ഓഫ് ഇവിടെ നിന്ന് എന്ത് ചോദിക്കും? എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കും. സോ അത് കൃത്യമായി എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ, ഇതിനടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. നമ്മുടെ അടുത്തൊരു ചോദ്യം, വിച്ച് വാസ് ദി ഫസ്റ്റ് ബാങ്ക് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇന്ത്യ ഇൻ 1770? ഈ വർഷം നോട്ട് ചെയ്ത് വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കും കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ കേട്ടോ. ഇന്ത്യയിലെ ഫസ്റ്റ് ബാങ്ക്, ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കാണ് ഏത്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. സോ വർഷം നോട്ട് ചെയ്ത് വെക്കുക, ചോദിക്കും. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ഏത് വർഷമാണ് രൂപീകരിച്ചതെന്ന് ചോദിക്കും. 1770 ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ എന്ത് ചെയ്തത്? രൂപീകരിച്ചത് 1770 രൂപീകരിച്ചത്. കൽക്കട്ടയിലാണ് കേട്ടോ. ഇനി അങ്ങനെയും ചോദിക്കാം, എവിടെയാണ് രൂപീകരിച്ചത്? കൽക്കട്ടയിലാണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ഇന്ത്യയുടെ ആദ്യത്തെ ബാങ്കാണ് ആര്? ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. അതുപോലെ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്കാണ് ആര്? SBI. അല്ലെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്കാണ് ആര്? SBI. SBIക്ക് ഒരു പഴയ പേരുണ്ട്. SBIയുടെ പഴയ പേരെന്താണെന്ന് അറിയോ? ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്. നമ്മുടെ SBIയുടെ പഴയ പേര് എന്താണ്? ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ്. അത് 1921 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചത്. അത് പിന്നീട് 1955 SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പേരിലേക്ക് മാറ്റം സംഭവിച്ചത് കേട്ടോ. അപ്പോൾ ആദ്യകാല പേര് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് രൂപീകരിച്ചത് 1921. 1955 മുതൽ അതിൻ്റെ പേര് എന്തായിട്ട് മാറി? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI എന്നൊരു പേരിലേക്ക് മാറുകയായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്കാണ് ആര്? SBI കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പബ്ലിക് സെക്ടർ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് കേട്ടോ. SBI കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സെക്കൻഡ് ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഏതാ? അത് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ഓക്കെ, ഫസ്റ്റ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. വർഷം നോട്ട് ചെയ്യുക, 1770 അത് രൂപീകരിച്ചത്. ഓക്കെ, ഇതിനടുത്ത ദിവസത്തിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ഹൗ മെനി ഡൈറ്റീസ് ആർ വർഷിപ്ഡ് ഇൻ കർച്ചി പൂജ ഓഫ് ത്രിപുര? ഈ ക്വസ്റ്റ്യൻ ഞാൻ അവിടെ ഡിസ്കസ് ചെയ്തൊരു ചോദ്യമാണ്. നമ്മുടെ കഴിഞ്ഞ ഞാൻ ചെയ്ത വീഡിയോയിൽ ഫെസ്റ്റിവൽസിന് ഇന്ത്യയിൽ ചെയ്ത വീഡിയോ ക്വസ്റ്റ്യൻ ആയിരുന്നു. കാരണം നമ്മളതിൽ ത്രിപുരയിൽ ഒരു ഫെസ്റ്റിവൽ പഠിച്ച സമയത്ത് ഞാൻ ഈ ഒരു ഫെസ്റ്റിവലിനെ അവിടെ പറഞ്ഞിരുന്നായിരുന്നു. കർച്ചി അതുപോലെ പറഞ്ഞിരുന്നു എത്ര ദൈവങ്ങളെ ആഘോഷിക്കുന്ന പൂജയാണ്. എത്രടാ? ഓപ്ഷൻ ബി 14 കേട്ടോ. ആ വീഡിയോ കണ്ടവർക്ക് ഉറപ്പായിട്ട് ഈ ഉത്തരം ചെയ്യാൻ പറ്റി കാണും കേട്ടോ. അത് ആക്ച്വലി നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തൊരു ചോദ്യമാണ്. അതാണ് ഈ വർഷം GD എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. എത്ര ദൈവങ്ങളെ? 14 ദൈവങ്ങളെ, ത്രിപുരയിലെ 14 ദൈവങ്ങളെ വർഷിപ്പ് ചെയ്യുന്ന ഫെസ്റ്റിവലാണ് ഇത് കർച്ചി പൂജ എന്ന് പറയുന്നത്. ഒരു ഇമ്പോർട്ടൻ്റ് കണ്ട ആ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് എന്തുമാത്രം ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ വന്നതെന്ന് നോക്കിയാണ്. സോ ആ ഒരു ഒറ്റ വീഡിയോ കൃത്യമായി പഠിച്ച ഒരാൾക്ക് ഇതിൽ തന്നെ ഒരുപാട് ഫെസ്റ്റിവൽ എന്ത് ചെയ്യാൻ പറ്റി? ആൻസർ ചെയ്യാൻ പറ്റി. ഓക്കെ, സോ
നമ്മൾ ആ ഡിസ്കസ് ചെയ്താണ് ആ വീഡിയോ കണ്ടവർക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ആൻസർ എന്ത് ചെയ്യാൻ പറ്റും. സോ അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം. അടുത്ത ചോദ്യമാണ്, ഇൻ വിച്ച് ഇയർ വാസ് ദി ഡിപ്രസ്ഡ് ക്ലാസസ് അസോസിയേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ BR അംബേദ്കർ? അംബേദ്കർ ഏത് വർഷമാണ് ഡിപ്രസ്ഡ് ക്ലാസസ് അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ചത്? അംബേദ്കർ നമ്മുടെ ഒരു പ്രധാന ഒരു വ്യക്തിയാണ്. നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ സ്ഥിരമായി ചോദിക്കുന്ന ഒരാളാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ എന്ന് പറയുന്ന അല്ലേ. സോ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ബുക്സുകൾ കൂടി ഞാൻ പറഞ്ഞു തരാം, ചിലപ്പോൾ ഈ വർഷം നമുക്ക് ചോദിക്കാം. അംബേദ്കറിൻ്റെ ഓട്ടോബയോഗ്രഫിയുടെ പേരാണ് വെയിറ്റിംഗ് ഫോർ എ വിസ. കേട്ടോ, അംബേദ്കറിൻ്റെ ഓട്ടോബയോഗ്രഫി വെയിറ്റിംഗ് ഫോർ എ വിസയും, അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട ബുക്കാണ് ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ. കേട്ടോ, അംബേദ്കറിൻ്റെ പ്രധാനപ്പെട്ട 2 ബുക്കുകളാണ്. ഒന്ന് വെയിറ്റിംഗ് ഫോർ എ വിസയും, രണ്ടാമത്തത് ബുദ്ധ ആൻഡ് ഹിസ് ധമ്മ. ആരുടെ ബുക്കുകളാണ്? അംബേദ്കറിൻ്റെ ബുക്കുകളാണ്. അതുപോലെ അംബേദ്കർ രൂപീകരിച്ച പ്രധാനപ്പെട്ട 1-2 സംഘടനകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാന സംഘടനയാണ് അംബേദ്കർ രൂപീകരിച്ച മഹർ മൂവ്മെൻറ്റ്, മഹർ പ്രസ്ഥാനം. കേട്ടോ, അംബേദ്കർ രൂപീകരിച്ച ദ ഫൗണ്ടർ ഓഫ് മഹർ മൂവ്മെൻറ്റ്. അംബേദ്കർ വർഷം 1920. 1920 മഹർ പ്രസ്ഥാനം അംബേദ്കർ രൂപീകരിച്ചത്. അതുപോലെ ഈ വർഷം തന്നെ ചോദിച്ചൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ഈ വർഷത്തെ ഒരു ചോദ്യമാണ്, അംബേദ്കർ രൂപീകരിച്ച മറ്റൊരു മൂവ്മെൻ്റ് ആണ് ടെമ്പിൾ എൻട്രി മൂവ്മെൻറ്റ്. ചിലപ്പോൾ അടുത്ത GD എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് മഹർ മൂവ്മെൻറ്റും ടെമ്പിൾ എൻട്രി മൂവ്മെൻറ്റും. ടെമ്പിൾ എൻട്രി മൂവ്മെൻറ്റും വർഷം 1927. കേട്ടോ, നോട്ട് ചെയ്ത് വെച്ചോ, ചിലപ്പോൾ നമുക്ക് ഈ വർഷം കിട്ടും. മഹർ മൂവ്മെൻറ്റ് 1920, ടെമ്പിൾ എൻട്രി മൂവ്മെൻറ്റ് 1927. അതുപോലെ നമ്മുടെ അംബേദ്കർ 1935 രൂപീകരിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാണ് ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി. ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടി ഏത് വർഷം? 1935. ഇതൊരു PYQ ആണ്, ഇതും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കേട്ടോ, ആരാണ് ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടിയുടെ സ്ഥാപകൻ? ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. ഏത് വർഷം? 1935 അത് രൂപീകരിച്ചത്. കേട്ടോ, ഇതൊക്കെ ഈ വർഷം ചോദിച്ച ചോദ്യങ്ങളാണ്. സോ നമുക്ക് അടുത്ത GD എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സോ ഇപ്പോൾ ഇതിൻ്റെ ആൻസർ 1930 1930 ഡോക്ടർ BR അംബേദ്കർ ഡിപ്രസ്ഡ് ക്ലാസസ് അസോസിയേഷൻ എന്ത് ചെയ്തത്? രൂപീകരിച്ചത്, എസ്റ്റാബ്ലിഷ് ചെയ്തത് 1930. സോ ഓക്കെ. സോ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈ വർഷം എന്ത് ചെയ്യാം? അംബേദ്കർ ബേസ് ചെയ്ത് ഇതിൽ ഏതെങ്കിലും ഒരു സംഘടന എന്ത് ചെയ്യാം? ചോദിക്കാം. ഓക്കെ, ഇതിന് അടുത്ത ദിവസത്തിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം, ദ ഫുട്ബോൾ ക്ലബ് മോഹൻ ബഗാൻ വാസ് ഫൗണ്ടഡ് ഇൻ ദ ഇയർ. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഒരു ഫുട്ബോൾ ക്ലബ്ബാണ് മോഹൻ ബഗാൻ. എവിടെയാ? ബംഗാളിൽ അല്ലെ. നമ്മുടെ ബംഗാളിലെ മോഹൻ ബഗാൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന നിലവിലെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന, ആക്ച്വലി ഇന്ത്യയിലെ ഫസ്റ്റ് ഫുട്ബോൾ ക്ലബ്ബ് എന്ന് ചോദിച്ചാൽ വിച്ച് ഈസ് ദി ഓൾഡസ്റ്റ് ഫുട്ബോൾ ക്ലബ്ബ് ഇന്ത്യ ചോദിച്ചാൽ അത് കൽക്കട്ട FC ആണ്. കൽക്കട്ട ഫുട്ബോൾ ക്ലബ്ബാണ് ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്നത്. 1872 അത് വന്നത്. കേട്ടോ, പക്ഷെ നിലവിൽ ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ക്ലബ്ബ് ഏതെന്ന് ചോദിച്ചാൽ അത് മോഹൻ ബഗാൻ, ബംഗാളിൻ്റെ മോഹൻ ബഗാനാണ്. അത് 1889 രൂപീകരിച്ചത്. 1889 നമ്മുടെ ഭൂപേന്ദ്രനാഥ് ബോസാണ് രൂപീകരിച്ചത്. ആരാണ്? ഭൂപേന്ദ്രനാഥ് ബോസാണ് 1889 മോഹൻ ബഗാൻ എന്ത് ചെയ്തത്? ഫൗണ്ട് ചെയ്തത്. കേട്ടോ, 1889 ഭൂപേന്ദ്രനാഥ് ബോസ് മോഹൻ ബഗാൻ ക്ലബ്ബ് രൂപീകരിച്ചത്. കേട്ടോ, അതുപോലെ നമ്മുടെ ഈ 89 തൊട്ട് മുമ്പത്തെ വർഷം 1888 ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് എപ്പോഴും കണക്ട് ചെയ്ത് പഠിച്ചു. നമ്മുടെ 1888 ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന, അല്ലെങ്കിൽ നമ്മുടെ ഏഷ്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെൻറ്റ് ആരംഭിച്ചത്. ഏത്? ഡൂറൻഡ് കപ്പ് അല്ലേ? ഡൂറൻഡ് കപ്പ്. കേട്ടോ, ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെൻ്റാണ് ഏത്? ഡൂറൻഡ് കപ്പ് എന്ന് പറയുന്നത്. കേട്ടോ, ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെൻ്റാണ് ഏത്? ഡൂറൻഡ് കപ്പ്. അത് രൂപീകരിച്ച വർഷം ഏതാ? അത് രൂപീകരിച്ചത് 1888 സോ തൊട്ടടുത്ത വർഷം, നമ്മുടെ തൊട്ടടുത്ത വർഷമാണ് എന്താരംഭിച്ചത്? നമ്മുടെ മോഹൻ ബഗാൻ ക്ലബ്ബ് ആരംഭിച്ചത്. അതുപോലെ ഒരു എക്സാം ചോദിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഡൂറൻഡ് കപ്പിൻ്റെ ആദ്യത്തെ മത്സരം എവിടെ വെച്ചാണ് നടന്നത്? എവിടെയെന്നറിയോ? ഹെൽഡ് ഇൻ
ഷിംല, നമ്മുടെ ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ വെച്ച്, അതും ഇടയ്ക്ക് ഒരു എക്സാമിന് ചോദിച്ചു കേട്ടോ. ഫസ്റ്റ് ഡൂറൻ കപ്പിൻ്റെ ഫസ്റ്റ് മത്സരം നടന്നത് എവിടെ വെച്ചാണ്? ഷിംല, ഹിമാചൽ പ്രദേശിലെ ഷിംലയിൽ വെച്ചാണ് ഈ മത്സരം. ഇത് ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഫുട്ബോൾ ടൂർണമെൻറ്റാണ് ഡൂറൻറ്റ്. 1888 89 മോഹൻ ബഗാൻ ക്ലബ്ബ് എന്ത് ചെയ്തു? രൂപീകരിച്ചു. 1889 മോഹൻ ബഗാൻ. ആരാ ഫൗണ്ടർ? ഭൂപേന്ദ്രനാഥ് ബോസാണ് രൂപീകരിച്ചത്. ഓക്കെ, അടുത്ത സ്ലോട്ട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, ട്രീ ആൻഡ് അഗ്രികൾച്ചർ ഫെസ്റ്റിവൽ ഓഫ് അരുണാചൽ പ്രദേശ്. യെസ്, ഈ ക്വസ്റ്റ്യനും ഞാൻ ആ വീഡിയോയിൽ ചെയ്തൊരു ക്വസ്റ്റ്യനാണ് കണ്ടത്. ഈ വർഷം GDക്ക് ചോദിച്ചതാണ്. നമ്മൾ അരുണാചൽ പ്രദേശിൻ്റെ ഫെസ്റ്റിവൽ പറഞ്ഞപ്പോൾ അവിടെ ഞാൻ പറഞ്ഞതാണ് ഡ്രീ ഫെസ്റ്റിവൽ. അത് എന്ത് ഫെസ്റ്റിവൽ? ഒരു അഗ്രികൾച്ചർ ഫെസ്റ്റിവലാണ് അല്ലേ, ഒരു അഗ്രികൾച്ചർ ഫെസ്റ്റിവലാണ് ഇത് ഡ്രീ ഫെസ്റ്റിവൽ. അതും നമ്മുടെ അരുണാചൽ പ്രദേശിലെ അപ്പട്ടാനി എന്ന് പറയുന്ന ഒരു ട്രൈബ് നോട്ട് ചെയ്ത് വെച്ചോ. ചിലപ്പോൾ ഈ വർഷം ഈ ട്രൈബിൻ്റെ പേരായിരിക്കും ചോദിക്കുന്നത് കേട്ടോ. ട്രൈബാണ് അപ്പട്ടാനി ട്രൈബ് കേട്ടോ. അരുണാചലിലെ അപ്പട്ടാനി ട്രൈബ്. അതും 3 ദിവസം ഡേ കൂടെ ഓർത്തോ. ചിലപ്പോൾ ഈ വർഷം എത്ര ദിവസവും ചോദിക്കാം. ഡ്രീ ഫെസ്റ്റിവൽ, ഡ്രീ 3 days ഫെസ്റ്റിവൽ അരുണാചലിൽ 3 ദിവസം ആഘോഷിക്കുന്ന, അതും ട്രൈബ് അപ്പട്ടാനി ട്രൈബ് ആഘോഷിക്കുന്നത്. അപ്പോൾ ഈ വർഷം ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള 2 ചോദ്യമാണ്. ട്രൈബ് അല്ലെങ്കിൽ എത്ര ദിവസം. 3 ദിവസം അപ്പട്ടാനി ട്രൈബ് ആഘോഷിക്കുന്ന ഒരു അഗ്രികൾച്ചർ. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം കേട്ടോ. നേരത്തെ നമ്മൾ ഒരു പാറ്റേൺ കണ്ടതാണ് അല്ലേ, എന്ത് ടൈപ്പ് ഓഫ് ഫെസ്റ്റിവൽ? ഒരു അഗ്രികൾച്ചർ ഫെസ്റ്റിവലാണ് ഏത്? ഡ്രീ ഫെസ്റ്റിവൽ. നമ്മുടെ ചോദ്യം എന്താ? നമ്മുടെ ചോദ്യം ഇത് ഏത് മാസത്തിൽ ആഘോഷിക്കുന്ന ഫെസ്റ്റിവലാണ്? ഏത് മാസം എന്ന് പറയുക? ഇത് നമ്മുടെ ജൂലൈ മന്തിൽ. ഏത് മാസത്തിലാണ്? ജൂലൈ മാസത്തിൽ ആഘോഷിക്കുന്ന ഒരു ഫെസ്റ്റിവൽ കേട്ടോ. അരുണാചലിൽ ജൂലൈ മന്തിൽ കേട്ടോ, ജൂലൈ മാസത്തിൽ ആഘോഷിക്കുന്ന 3 ദിവസം കേട്ടോ, 3 ദിവസം വരുന്ന ഒരു ഫെസ്റ്റിവലാണ് ഏത്? നമ്മുടെ ഡ്രീ ഫെസ്റ്റിവൽ കേട്ടോ. എന്ത് ടൈപ്പ് ഓഫ് ഫെസ്റ്റിവൽ? ഒരു അഗ്രികൾച്ചർ ഫെസ്റ്റിവലാണ് ഏത് എന്ന് പറയുന്നത്. സോ ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് ഉറപ്പായിട്ട് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ദിവസത്തിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് വാസ് ദി ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് BCCI? BCCIയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണെന്നറിയോ? BCCIയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ BCCI നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ബോർഡാണ് അല്ലേ. ഏത് വർഷമാണ് രൂപീകരിച്ചത്? 1928. എവിടെ ഹെഡ് ക്വാർട്ടേഴ്സ്? ബോംബെ, നമ്മുടെ ഇന്നത്തെ മുംബൈ അല്ലേ. മുംബൈ ആണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഏത് വർഷമാണ് BCCI രൂപീകരിച്ചത്? 1928 രൂപീകരിച്ചത്. സോ ആ BCCIയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരെന്നാണ് നമ്മുടെ ചോദ്യം. സോ ഓപ്ഷൻ സി, R.E. ഗ്രാൻഡ് ഗോവൻ. ആരാണ്? R.E. ഗ്രാൻഡ് ഗോവനാണ് ആദ്യത്തെ പ്രസിഡന്റ് കേട്ടോ, ഫസ്റ്റ് പ്രസിഡന്റ്. നിലവിൽ ആരാ പ്രസിഡന്റ്? ഈ ഓപ്ഷനിൽ തന്നെ ഉണ്ട് കണ്ട. ആ ക്വസ്റ്റ്യൻ കണ്ട് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയാണല്ലേ. നിലവിലെ BCCI പ്രസിഡന്റ് ആരാണത്? റോജർ ബെന്നിയാണ് അല്ലേ. റോജർ ബെന്നിയാണ് നിലവിലെ BCCIയുടെ പ്രസിഡന്റ്. ഫസ്റ്റ് പ്രസിഡന്റ് ആണ് ആര്? ഓപ്ഷൻ സി. ഫസ്റ്റത്തെ ആരാണ്? ഫസ്റ്റത്തത് ഗ്രാൻഡ് ഗോവനാണ്. 1928 ഇത് രൂപീകരിച്ചത്. ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിച്ചാൽ എവിടെയാണ് BCCI ഹെഡ് ക്വാർട്ടേഴ്സ്? അത് ബോംബെ, ഇന്നത്തെ മുംബൈയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അടുത്ത ദിവസം പോയാലോ. അടുത്ത ചോദ്യം, ഇന്ത്യ ഹാസ് ഇൻലാൻഡ് നാവിഗേഷൻ വാട്ടർവേസ് ഓഫ് കിലോമീറ്റർ ലെങ്ത്. നല്ലൊരു ചോദ്യമാണ്. ഇന്ത്യയുടെ ഇൻലാൻഡ് വാട്ടർവേസിൻ്റെ നീളം എത്രയാണ്? യെസ്, നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, നമ്പേഴ്സും ഇച്ചിരി വലിയൊരു ക്വസ്റ്റ്യനാണ് അല്ലേ. നമ്മുടെ ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് 1986. അവിടെ നോട്ട് ചെയ്ത് വെച്ചോ. ചോദിക്കും ഏത് വർഷമാണ് ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ആയത്? ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1986. ഉത്തർപ്രദേശിലെ നോയിഡയാണ് ഹെഡ് ക്വാർട്ടേഴ്സ് കേട്ടോ. ഉത്തർപ്രദേശിലെ നോയിഡ സിറ്റിയാണ് ഇൻലാൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. ഏത് വർഷമാണ് രൂപീകരിച്ചത്? 1986. ഓക്കെ, ഇനി 1986 തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ വാട്ടർവേ വന്നു. നാഷണൽ വാട്ടർവേ 1 ഏതൊക്കെ സ്ഥലം എന്നറിയോ? ഹാൽഡിയ ടു അലഹബാദ് മുതൽ ഹാൽഡിയ വരെ നമ്മുടെ ഗംഗാ നദിയിലാണ് ഇതിരിക്കുന്നത് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ കേട്ടോ 1986 ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ വാട്ടർവേ വന്നു. നാഷണൽ വാട്ടർവേ 1 എവിടെ തൊട്ട് ഇവിടെ? അലഹബാദ്, ഉത്തർപ്രദേശിലെ അലഹബാദിന് ഇപ്പോഴത്തെ പേരെന്താ? അലഹബാദിന് ഇപ്പോഴത്തെ പേര് പ്രയാഗ്രാജ് അല്ലേ. പ്രയാഗ്രാജ് മുതൽ വെസ്റ്റ് ബംഗാളിലെ ഹാൽഡിയ വരെ ഗംഗാ നദിയിലാണ് നാഷണൽ വാട്ടർവേ 1 എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ഏത് വർഷമാണ്? 1986 അല്ലേ. നമ്മുടെ 2016 ആക്ട് പ്രകാരം നിലവിൽ ഇന്ത്യയിൽ 111 എന്തുണ്ട്? നാഷണൽ വാട്ടർവേസ് ഉണ്ട് കേട്ടോ. നിലവിൽ ഇന്ത്യയിൽ എത്ര? 111
നാഷണൽ വാട്ടർവേസ് വരുന്നുണ്ട്. അതിൽ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 14,500 കിലോമീറ്ററാണ്. കേട്ടോ, നമ്മുടെ ടോട്ടൽ കേട്ടോ ഇന്ത്യയുടെ ടോട്ടൽ നാഷണൽ വാട്ടർവേയുടെ ലെങ്ത് എന്ന് പറയുന്നത് കേട്ടോ, ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാണ്? 14,500 കിലോമീറ്ററാണ്. ഓക്കെ, 14,500. നല്ലൊരു ചോദ്യം കേട്ടോ, നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇൻലാൻഡ് വാട്ടർ അതോറിറ്റിയുടെ ലെങ്ത് എത്ര? ഇതൊരു അപ്രോക്സിമേറ്റ്ലി നമ്പറാണ് കേട്ടോ, ഒരു അപ്രോക്സിമേറ്റ്ലി നമ്പറാണ്. ഇത് കഴിഞ്ഞ ഒരു 2020 CHSL എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നേരത്തെ ഇത് ചോദിച്ചിട്ടുണ്ട്, 2020 ആ ക്വസ്റ്റ്യൻ ചോദിച്ചത്, 2020 CHSL. ഈ വർഷം 2022 ഇതെന്ത് ചോദിച്ചത്? ഈ ക്വസ്റ്റ്യൻ GDക്ക് ചോദിച്ചത്. അപ്പം കണ്ടോ, എപ്പോഴും നമ്മുടെ ഈ CGL CHSL എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത്, നമ്മുടെ ഈ പറയുന്ന GD പോലുള്ള എക്സാമിന് എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ ഈ നാഷണൽ വാട്ടർവേ 1 പോലെ 2ഉം 3ഉം കേട്ടോ ചോദിക്കും കേട്ടോ. നാഷണൽ വാട്ടർവേ 2ഉം നാഷണൽ വാട്ടർവേ 3ഉം. നമ്മുടെ 2 പറഞ്ഞത് നമ്മുടെ ആസാം അരുണാചൽ ബോർഡറിലെ സാദിയ മുതൽ ഡൂബ്രി വരെയാണ്. അത് നമ്മുടെ ബ്രഹ്മപുത്ര നദിയിലാണ് വരുന്നത്, നാഷണൽ വാട്ടർവേ 2 കേട്ടോ. നമ്മുടെ അരുണാചൽ ആസാം ബോർഡറായ സാദിയ മുതൽ ഡൂബ്രി വരെയാണ് നാഷണൽ വാട്ടർവേ 2 പറഞ്ഞത്. ബ്രഹ്മപുത്രയിലെ 3, നമ്മുടെ 3 പറഞ്ഞാൽ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിലാണ്. കൊല്ലം മുതൽ കോഴിക്കോട് കോട്ടപ്പുറം വരെയാണ് നാഷണൽ വാട്ടർവേ 3 പറഞ്ഞത്. ദേശീയ ജലപാത 3, 1, 2, 3 കേട്ടോ. 1 അലഹബാദ് ഹാൽഡിയ, 2 സാദിയ ഡൂബ്രി, 3 കൊല്ലം കോട്ടപ്പുറം. അപ്പോൾ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 14,500 കിലോമീറ്ററാണ് ടോട്ടൽ ഇൻലാൻഡ് വാട്ടർവേസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിതാ ഇതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ സെഷൻ ഇവിടെ എന്ത് ചെയ്യണം, നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ദെൻ ഇതുപോലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായി ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും വരുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.